പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം എന്ന പ്രോഗ്രാമിന്റെ 119 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ചില ഗാനങ്ങളും ജീവിത അനുഭവങ്ങളും ദൈവിക വചനവും കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതു നിമിഷവും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവാണ്. നമ്മെ നേർനിലത്തിൽ നടത്തുന്ന ആത്മാവാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ആത്മാവാണ്. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും, ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഒരു കാലാവസ്ഥ നമുക്ക് ആവശ്യമാണ്. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാകേണ്ടതാണ്. വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. കർത്താവിന്റെ ദാസൻ വാഞ്ചലിസ്റ്റ് ഷിബു കൊടുങ്ങല്ലൂർ അവറുകൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. കർത്താവിന്റെ ദാസനെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിക്കാം. കേൾക്കുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ലില്ല. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും ഒരു നല്ല സമയം ഞങ്ങളുടെ ദൈവം തന്നതിനായിട്ട് സ്തോത്രം. ഒരാഴ്ച കൂടെ ഞങ്ങളെ പോറ്റി പുലർത്തി അവിടുത്തെ ദയയ്ക്ക് കരുണയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള അപേക്ഷയുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അനുഗ്രഹീതമായ ഗാനങ്ങളോടുകൂടെ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കട്ടെ. അവിടുന്ന് ഇന്ന് ഞങ്ങൾക്ക് തരാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ വചനങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് ദൈവനാമ മഹത്വത്തിന് നിദാനമായി ആത്മനിറവിൽ ചെയ്യുവാൻ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നാഥ ഞങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കട്ടെ. ഇന്റർനെറ്റും ശബ്ദവും വെളിച്ചവും അന്തരീക്ഷവും എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ജോയ് ജോൺ കുവൈറ്റ് അവറുകൾ നമ്മോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസിൽ നിന്നും അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങളും സന്ദേശവും നമുക്ക് കേൾക്കാനായിട്ടുള്ള അവസരമുണ്ട്. നാളുകൾക്ക് മുമ്പേ ഒന്നിലധികം പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളുമായിട്ട് കർത്താവിന്റെ ദാസൻ കടന്നു വന്നിരുന്നു. അനേക ഗാനങ്ങൾ രചിക്കുന്ന ഒരു ദൈവദാസനാണ്. ശ്രുതി മധുരമായ ഗാനങ്ങൾ, അർത്ഥവത്തായ ഗാനങ്ങൾ, ആത്മനിറവുള്ള ഗാനങ്ങൾ, പാടുന്നവരുടെ ഹൃദയവും മനസ്സും തണുക്കുന്ന അനുഗ്രഹീതമായ ഗാനങ്ങൾ, അല്ലെങ്കിൽ സ്വർഗം പോലും സന്തോഷിക്കുന്ന അനുഗ്രഹീതമായ ഗാനങ്ങൾ കർത്താവിന്റെ ദാസന്റെ തൂലികയിലൂടെ കഴിഞ്ഞ നാളിൽ കടന്നു വന്നിട്ടുണ്ട്. ഇനിയും കടന്നു വരും. അതാണ് നമ്മുടെ പ്രാർത്ഥന. ആ ജീവിത അനുഭവങ്ങളും ആ ഗാനങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിന്റെ ദാസൻ തന്നെ ഗാനങ്ങളുമായിട്ടല്ല കടന്നു വരുന്നത്. എന്റെ ജീവിതത്തെ ഒന്ന് നമ്മുടെ മുമ്പിൽ ഒന്ന് തുറന്നു കാണുവാൻ, ഒരു അനലൈസ് ചെയ്യുവാൻ, ദൈവം കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ നമ്മോട് ഷെയർ ചെയ്യുവാനും കൂടെ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് തരുന്ന ആത്മീയ ഭക്ഷണവും നമുക്ക് ലഭിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ ദാസന് എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിന്റെ ദാസന്മാരായ പ്രിയ കണ്ണൻ സൗകര്യനും അതുപോലെ അസ്ന സൗകര്യമാണ്. പ്രിയ കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെയും വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം കേൾക്കുന്ന 3 ഗാനങ്ങൾ, ആ 3 ഗാനങ്ങളും രചിച്ചത് കർത്താവിന്റെ ദാസൻ ജോയ് ജോൺ അവറുകളാണ്. പ്രിയപ്പെട്ട ദാസനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. പ്രഥമ ഗാനം മഹത്വവാനാം ദൈവമേ, മഹിമ വെടിഞ്ഞ നാഥനെ, മനുഷ്യനായി വെളിപ്പെട്ടവനെ, മഹത്വം എന്നേക്കും നിനക്ക് എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതരമായ ഗാനം പ്രിയ സഹോദരി അസ്നത്ത് കണ്ണൻ അവറുകൾ ആലപിക്കുന്നു. പ്രിയ സഹോദരിയെ പ്രാർത്ഥനയ്ക്കായിട്ട് ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കും.
വെടിഞ്ഞ് നാഥനെ മനുഷ്യനായി വെളിപ്പെട്ടവനെ മഹത്വമെന്നെന്നും നിനക്ക്. മനുഷ്യനായി വെളിപ്പെട്ടവനെ മഹത്വമെന്നെന്നും നിനക്ക്. മഹത്വം മഹത്വം സ്തുതിയും സ്തോത്രവും. മഹത്വം മഹത്വം സ്തുതി സ്തോത്രവും നിനക്കേ. സ്തുതി സ്തോത്രവും നിനക്കേ. മാലൊഴിപ്പാൻ മനുവേലായി വന്നവൻ, മരണത്തെ ജയിച്ചുയർത്തവൻ, മഹിമ തന്നിൽ വാഴുവാൻ. മരണത്തെ ജയിച്ചുയർത്തവൻ, മഹിമ തന്നിൽ വാഴുവാൻ. മഹത്വം മഹത്വം സ്തുതിയും സ്തോത്രവും. മഹത്വം മഹത്വം സ്തുതി സ്തോത്രവും നിനക്കേ. സ്തുതി സ്തോത്രവും നിനക്കേ. ഉയർന്നതായി മറ്റൊന്നില്ല. ഉയർത്തിടും ഞാനെവിടെയും ഉയരുവിട്ടു പോവരേ. ഉയർത്തിടും ഞാനെവിടെയും ഉയരുവിട്ടു പോവരേ. മഹത്വം മഹത്വം സ്തുതിയും സ്തോത്രവും. മഹത്വം മഹത്വം സ്തുതി സ്തോത്രവും നിനക്കേ. സ്തുതി സ്തോത്രവും നിനക്കേ. അതിമോദം ഞാൻ പാടിടും, അനുദിനം സ്തുതി പാടിയൻ അരുമനാഥനെ വാഴ്ത്തിടും. അനുദിനം സ്തുതി പാടിയൻ അരുമനാഥനെ വാഴ്ത്തിടും. മഹത്വം മഹത്വം സ്തുതിയും സ്തോത്രവും. മഹത്വം മഹത്വം സ്തുതി സ്തോത്രവും നിനക്കേ. സ്തുതി സ്തോത്രവും നിനക്കേ. സ്തുതി സ്തോത്രവും നിനക്കേ. സ്തുതി സ്തോത്രവും നിനക്കേ. വളരെ അനുഗ്രഹീതമായ ആശയം, വളരെ അനുഗ്രഹീതമായ ആലാപന. പ്രിയ സൗകര്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജോയ് ജോൺ സൗണ്ട് എഴുതിയ മറ്റൊരു ഗാനം
ഞാൻ പാടും എന്നോട് ജീവിതകാലം മുഴുവനും എന്ന് തുടങ്ങുന്ന സമർപ്പണത്തിന്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹീതമായൊരു ഗാനം. ആ ഗാനവും ആലപിക്കാനായിട്ട് പ്രിയ സഹോദരിയെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. Praise the Lord. ഞാൻ പാടും എന്നുടെ ജീവിതകാലം മുഴുവനും നായകന്, എൻ പാപഭാരം തീർത്തവനാം തൻ നാമമെന്നാശ്രയമാം. ഞാൻ പാടും എന്നുടെ ജീവിതകാലം മുഴുവനും നായകന്, എൻ പാപഭാരം തീർത്തവനാം തൻ നാമമെന്നാശ്രയമാം. എന്നുമെൻ ജീവിതയാത്രയിൽ എൻ്റെ കൂടെ ഇരുന്നിടുന്ന, എന്നുമെൻ ജീവിതയാത്രയിൽ എൻ്റെ കൂടെ ഇരുന്നിടുന്ന ക്രിസ്തു വല്ലഭനാം താൻ മതി എനിക്കിനിയും ആയുസ്സിനന്ത്യം വരെ. ക്രിസ്തു വല്ലഭനാം താൻ മതി എനിക്കിനിയും ആയുസ്സിനന്ത്യം വരെ. തണ്ടുവലിച്ചു വലഞ്ഞ ശിഷ്യരെ കണ്ടു കരളലിഞ്ഞ, തണ്ടുവലിച്ചു വലഞ്ഞ ശിഷ്യരെ കണ്ടു കരളലിഞ്ഞ, വേഗം ചെന്നു സഹായം നൽകിയ നാഥൻ എന്നുമെന്നാശ്രയമാം. വേഗം ചെന്നു സഹായം നൽകിയ നാഥൻ എന്നുമെന്നാശ്രയമാം. നാളുകളെത്ര കഴിഞ്ഞിടിലും തൻ വാക്കുകൾ മാറുകില്ല. നാളുകളെത്ര കഴിഞ്ഞിടിലും തൻ വാക്കുകൾ മാറുകില്ല. വേഗം വന്നിടുമെന്നെ ചേർത്തിടും തൻ്റെ സ്വർഗീയ ഭവനമതിൽ. വേഗം വന്നിടുമെന്നെ ചേർത്തിടും തൻ്റെ സ്വർഗീയ ഭവനമതിൽ. ഞാൻ പാടും എന്നോട് ജീവിതകാലം മുഴുവനും നായകന്, എൻ പാപഭാരം തീർത്തവനാം തൻ നാമമെന്നാശ്രയമാം. ഞാൻ പാടും എന്നോട് ജീവിതകാലം മുഴുവനും നായകന്, എൻ പാപഭാരം തീർത്തവനാം തൻ നാമമെന്നാശ്രയമാം. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. ഒരു ഗാനം കൂടെ കർത്താവിന്റെ ദാസന്റെ ഗാനമായിട്ട് നമുക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്. ഈ ഗാനം ആലപിക്കുന്നത് പ്രിയ കണ്ണൻ സഹോദരനാണ്. ആനന്ദ ഗാനങ്ങൾ പാടി ആമോദമായി എന്ന് പാടി ആഘോഷമായെന്ന് ആർത്തുപാടും ആത്മനാഥന്റെ വന്യനാമം. വീണ്ടും അദ്ദേഹം എഴുതുന്നു, മുന്നേ അറിഞ്ഞവൻ എന്നെ തന്റെ നിർണയത്താലെ വിളിച്ചു തന്നു താൻ ദിവ്യ സമാധാന സ്വർഗീയ സന്തോഷങ്ങൾ. നമ്മെ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറച്ച ദൈവത്തെ സ്തുതിക്കുന്ന, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം ആലപിപ്പാൻ എല്ലാ ബഹുമാനത്തോടെ പ്രിയ സഹോദരൻ കണ്ണൻ നായർ അവറുകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും.
ആനന്ദഗാനങ്ങൾ പാടി ആമോദമായെന്നു പാടി ആഘോഷമായെന്നു മാർത്തുപാടും ആത്മനാഥന്റെ വന്യനാമം. ആഘോഷമായെന്നു മാർത്തുപാടും ആത്മനാഥന്റെ വന്യനാമം. ആനന്ദഗാനങ്ങൾ പാടി ആമോദമായെന്നു പാടി ആഘോഷമായെന്നു മാർത്തുപാടും ആത്മനാഥന്റെ വന്യനാമം. ആഘോഷമായെന്നു മാർത്തുപാടും ആത്മനാഥന്റെ വന്യനാമം. മുന്നേ അറിഞ്ഞവൻ എന്നെ തൻ്റെ നിർണയത്താലേ വിളിച്ചു. മുന്നേ അറിഞ്ഞവൻ എന്നെ തൻ്റെ നിർണയത്താലേ വിളിച്ചു. തന്നു താൻ ദിവ്യ സമാധാന സന്തോഷം സ്വർഗീയനുഗ്രഹങ്ങൾ. തന്നു താൻ ദിവ്യ സമാധാന സന്തോഷം സ്വർഗീയനുഗ്രഹങ്ങൾ. ആനന്ദഗാനങ്ങൾ പാടി ആമോദമായെന്നു പാടി ആഘോഷമായെന്നു മാർത്തുപാടും ആത്മനാഥന്റെ വന്യനാമം. ആഘോഷമായെന്നു മാർത്തുപാടും ആത്മനാഥന്റെ വന്യനാമം. മന്നിതിൽ തന്നിടും നാൾകൾ തന്നിൽ വന്നിടും ഖേദങ്ങളെല്ലാം. മന്നിതിൽ തന്നിടും നാൾകൾ തന്നിൽ വന്നിടും ഖേദങ്ങളെല്ലാം. തങ്കമുഖത്തിൻ്റെ ശോഭ കണ്ടിടുമ്പോൾ ഇല്ലാതെയാകുമെന്നുള്ളിൽ. തങ്കമുഖത്തിൻ്റെ ശോഭ കണ്ടിടുമ്പോൾ ഇല്ലാതെയാകുമെന്നുള്ളിൽ. ആനന്ദഗാനങ്ങൾ പാടി ആമോദമായെന്നു പാടി ആഘോഷമായെന്നു മാർത്തുപാടും ആത്മനാഥന്റെ വന്യനാമം. ആഘോഷമായെന്നു മാർത്തുപാടും ആത്മനാഥന്റെ വന്യനാമം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ 3 ഗാനങ്ങൾ. അതുപോലെ എത്രയോ ഗാനങ്ങൾ കർത്താവിന്റെ ദാസൻ രചിച്ചിട്ടുണ്ട്. മുമ്പ് 1-2 എപ്പിസോഡുകൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ പ്രോഗ്രാം നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാനായിട്ട് ഇടയാകും. ആ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളെല്ലാം നമുക്കിവിടെ കേൾക്കാനായിട്ട് ഇടയായി. ഗാനം ആലപിച്ച പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. തുടർന്നും കർത്താവിന്റെ നാമമഹത്വത്തിനായി അനേകം പാടുവാൻ ദൈവം നിങ്ങളെ കൃപ നൽകട്ടെ. പാടുവാൻ മാത്രമല്ല, അതിലൂടെ കർത്താവിന്റെ വചനം അറിയിക്കുവാൻ, സുവിശേഷം അറിയിപ്പാൻ, അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ ദാസന് ജോയ് ജോൺ കുവൈറ്റ് അവറുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു ഒരു വസ്തുതയുണ്ട്. ജീവിതത്തിൽ വളരെയേറെ ദൈവകൃപ അനുഭവിക്കുന്ന ഒരു ദൈവദാസനാണ്. തന്റെ ആ മുഖത്തും തന്റെ വാക്കുകളിലും തന്റെ രചനകളിലെല്ലാം ആ ദൈവകൃപ വിളങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് കഴിയും. ഒരുപക്ഷെ തന്റെ സഹോദരങ്ങളെല്ലാം ആ കർത്താവിന്റെ വയലിൽ തന്നെ നിൽക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവം. അന്ധകാരത്തിൽ നിന്ന് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വന്ന് നമ്മെ വിളിച്ച ദൈവത്തിന്റെ ആ വലിയ സന്ദേശത്തെ വിളിച്ചറിയിക്കുവാൻ ദൈവം തനിക്ക് നൽകിയ കൃപാവരങ്ങളിലൂടെ ഇടയാകുന്നു എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങളിലേക്കും നമുക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ആ വചനത്തിലേക്കും കടന്നു ചെല്ലാനുള്ള ഒരു അവസരമാണ്. കാൽവരിനാഥ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇനിയുള്ള ഒരു 8:40 വരെയുള്ള സമയം കർത്താവിന്റെ ദാസന് ഉപയോഗിക്കുന്നതിന് വേണ്ടി എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിന്റെ ദാസന് ജോയ് ജോൺ അവറുകളെ പ്രാർത്ഥനയോടെ ഈ സമയത്തേക്ക് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സഹോദരനും സഹോദരിയും ഗാനം ആലപിച്ചപ്പോൾ ഇരുന്നു. എന്നാൽ ആ പ്രിയ സഹോദരനോടും സഹോദരിയോട് പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ആനന്ദഗാനങ്ങൾ പാടിയെന്ന ആ പാട്ടിൻ്റെ ഒടുവിൽ ഞാനിങ്ങനെ എഴുതുകയുണ്ടായി, ഈ സ്നേഹനാഥൻ്റെ നാമം ഞാൻ ഘോഷിക്കും എങ്ങും നാളുകൾ തോറും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷവും അതുതന്നെയാണ്. ഇന്ന് രാത്രിയിലും എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ എൻ്റെ ജീവിതാനുഭവം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. പാടി സ്തുതിക്കാമെന്ന 2 എപ്പിസോഡുകളിൽ എളിയോൻ എഴുതിയ ഗാനങ്ങളും അതിൻ്റെ പശ്ചാത്തലവും വിവരിച്ച കൂട്ടത്തിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് സഹോദരൻ സന്തോഷ് ചുരുക്കമായി ചില കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായ ഒരു സാക്ഷ്യം എനിക്ക് ഈ നിലയിൽ പറയുവാനൊരു സംവിധാനം പ്രിയ സഹോദരന്മാർ ഒരുക്കിയതിന് ഞാൻ ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഞാൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നതുകൊണ്ട് ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത് എപ്പോഴും ഓർക്കുകയും അത് എൻ്റെ സാക്ഷികളിലൊക്കെ പറയുകയും ചെയ്യുന്നതായ പ്രകൃതമാണ് എനിക്കുള്ളത്. എൻ്റെ മാതാപിതാക്കൾ ചങ്ങനാശ്ശേരി, കുറിച്ചി, തുരുത്തി ഭാഗത്ത് ഉള്ളവരായിരുന്നു. എന്നാൽ 1957 എൻ്റെ പിതാവ് ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നതുകൊണ്ട് താൻ അത് ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്തതിനാൽ മലബാറിലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ളതായ കൊട്ടിയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. അങ്ങനെ തൻ്റെ ആ വൈദ്യ നൈപുണ്യവും, എൻ്റെ മാതാവ് ഒരു മിഡ്വൈഫ് ആയിരുന്നു, അതുകൊണ്ട് ആ നിലയിലുള്ളതായ സഹായവും യാതൊരു പുരോഗതിയും പ്രാപിക്കാത്തതായ ആ കുഗ്രാമത്തിൽ അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ആശ്വാസമായി തീരുവാനിടയായി. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് 8 മക്കളാണ് ഉണ്ടായത്. അതിൽ 3 പേർ ചില നാളുകൾ ഈ ഭൂമിയിൽ ജീവിച്ച ശേഷം മരണമടയാനിടയായി. ഞാൻ 7ാമത്തെ മകനായിട്ട് ജനിക്കുകയും എനിക്ക് ശേഷം ഒരു സഹോദരിയും ഉണ്ടായി. അങ്ങനെ ബാക്കി ഞങ്ങൾ 5 പേരായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് കാലക്രമേണ ഒരു മദ്യപാനിയായി തീരുകയും തൻ്റെ മദ്യപാനവും തുടർന്നുള്ളതായ തൻ്റെ ജീവിതത്തിൻ്റെ വ്യതിയാനവും നിമിത്തം കടഭാരം കയറി ഞങ്ങളുടെ സ്ഥലത്ത് തുടരുവാൻ കഴിയാത്തതായ നിലയിൽ കിടപ്പാടം വിറ്റ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്നതായ സ്ഥലത്തേക്ക് 1974 കുടിയേറി പാർക്കാനായിട്ടിടയായി. അങ്ങനെ എൻ്റെ മാതാവും ആദ്യം കടന്നുപോയി സ്ഥലം വാങ്ങി അവിടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ശേഷം ഞാൻ 7ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചതായ സന്ദർഭത്തിൽ ഞങ്ങളെ
നിലമ്പൂര് ഉപ്പട എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായ UP സ്കൂളിൽ ചേർക്കുകയും ഞാനും എൻ്റെ സഹോദരിയും ആ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ 7ാം ക്ലാസ്സിലെ പഠനശേഷം 8ാം ക്ലാസ്സിൽ ഞാൻ ചുങ്കത്ര MBM ഹൈസ്കൂളിലേക്ക് എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. കാരണം ആ സമയത്ത് അന്ന് 3 പഞ്ചായത്തുകളിൽ ഒരേ ഒരു സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൈസ്കൂളായിട്ട്. അതുകൊണ്ട് പല സ്കൂളുകളിൽ നിന്നുള്ളതായിരിക്കുന്ന കുട്ടികളാണ് ആ സ്ഥലത്ത് വന്നു ചേരുന്നത്. അങ്ങനെ എനിക്കും ആ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ ഞാൻ 8ാം ക്ലാസ് G ഡിവിഷനിലാണ് ചേർന്നത്. എനിക്ക് കൂട്ടായിട്ട് ദൈവത്തിൻ്റെ ദാസൻ PM മാത്യു ഐമനം കുഞ്ഞ് എന്ന പേരിൽ അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജോർജ് മാത്യു ഇപ്പോൾ മൈക്കാവിൽ വേല ചെയ്യുന്ന സഹോദരൻ, ആ സഹോദരനെ എനിക്ക് സഹപാഠിയായിട്ട് ലഭിച്ചു. ഞങ്ങൾ തമ്മിൽ മുൻ പരിചയമില്ല. എന്നാൽ ക്ലാസ്സിൽ ഈ സാഹിത്യ സമാജം പോലുള്ളതായിരിക്കുന്ന വെള്ളിയാഴ്ചകളിലെ പ്രോഗ്രാമിൽ ഞാൻ കലാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്നോട് തനിക്ക് അല്പമായ താല്പര്യമുണ്ടാകുകയും എന്നെ സമീപിച്ചു. എന്നിലുള്ള കഴിവുകളെ താൻ അഭിനന്ദിക്കുകയും പുലർത്തി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ബുക്ക്ലെറ്റുകൾ എനിക്ക് നൽകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ എനിക്ക് അതിൻ്റെ പിന്നിലുള്ളതായ രഹസ്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. തനിക്ക് യേശുവിനെ കുറിച്ച് എന്നോട് പറയണം എന്നുള്ളതായിരിക്കുന്ന തീരുമാനം ഉണ്ടായിരുന്നു. തൻ്റെ സഭയിൽ യൂത്ത് മീറ്റിങ്ങിൽ വെച്ച് തൻ്റെ പിതാവ് PM മാത്യുച്ചായൻ എല്ലാ യുവാക്കന്മാർക്കും ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ആഹ്വാനം നൽകി. ഈ ആഴ്ചയിൽ ഞാൻ ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയും എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ആ ആഹ്വാനം ഏറ്റെടുത്ത് തൻ്റെ മകനാണ് തൻ്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചു. അതിനുശേഷം താൻ സുവിശേഷം പറയുവാൻ ആരംഭിച്ചു. താൻ ഹൈസ്കൂളിൽ പഠനം തുടങ്ങിയ സമയത്ത് എന്നോട് കൂടെയുള്ളതായിരിക്കുന്ന അനേകരോടും സുവിശേഷം പറയാനിടയായി. ഭാഗ്യവശാൽ 1975 ഒക്ടോബർ മാസം 15-ാം തീയതി 11:15 മണി നേരത്ത് എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി എൻ്റെ ഹൃദയം തുറക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ജനിച്ചു വളർന്നതായ നാട്ടിൽ സുവിശേഷം ഒരിക്കൽ പോലും ഞാൻ കേട്ടിട്ടില്ല. അവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതായ ആളുകൾ ഉണ്ടെങ്കിലും യേശുക്രിസ്തു രക്ഷിതാവാണെന്നോ ഈ ഒരു രക്ഷാമാർഗമുണ്ടോ എന്നോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിരുന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സന്ദേശം കേട്ടത്. എന്നാൽ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നുവെന്നും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് കുരിശിൽ യാഗമായി തീർന്നതെന്നും അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വരുന്നുവെന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുമെന്നും ദൈവമക്കളായി തീരുമാനം കഴിയുമെന്നുള്ളതായ ആ ലളിതമായ സുവിശേഷം തനിക്കറിയാവുന്ന ഭാഷയിൽ എന്നോട് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുവാനിടയായി തീർന്നു. അത് എൻ്റെ ഹൃദയത്തെ കുത്തിത്തുളച്ചപ്പോൾ ഞാൻ ഒരു മടിയും കൂടാതെ യേശുക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയരെ, ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നത്, ഞാൻ സ്കൂൾ വിട്ട് 8 കിലോമീറ്റർ നടന്നു വേണം ഞങ്ങൾക്ക് വീട്ടിലെത്താൻ. ഞാൻ ഓടി എൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും ഭവനത്തിലുണ്ട്. അവരെ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടിച്ചെന്നിട്ട് അവരോട് എനിക്ക് അന്ന് പകലിൽ സംഭവിച്ചതായ ഈ മഹത് കാര്യം വിവരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കോപ്പി ചെയ്ത് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന്. അങ്ങനെയാണ് എൻ്റെ രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. എന്നാൽ ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഇളയ ഒരു മകൻ എന്ന നിലയിൽ എനിക്ക് വിശ്വാസത്തിൽ മുന്നോട്ട് വരുവാനായിട്ട് വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. എനിക്ക് യോഗങ്ങൾക്ക് പോകുവാനോ ആത്മീയമായി വളരുവാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി പ്രിയ ജോർജ് മാത്യുവും അതുപോലെ തൻ്റെ പിതാവും അവരുടെ സഭയിലുള്ളതായിരിക്കുന്ന പലരും ഓർത്ത് പ്രാർത്ഥിക്കുകയും എന്നോടൊപ്പം കർത്താവിനെ അറിഞ്ഞതായ മറ്റൊരു സഹോദരനാണ് ഗോപിനാഥൻ, ഞങ്ങൾ ഒരുമിച്ച് ഈ കർത്താവിനെ സേവിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ജോർജ് മാത്യുവിൻ്റെ സ്നേഹവും ഞങ്ങളോടുള്ളതായ സമീപനവും ഞങ്ങളിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ അന്നത്തെ കാലത്തൊക്കെ വളരെ ദാരിദ്ര്യമുള്ളതായ കാലമാണ്. ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നതിൽ ലജ്ജിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ട് അന്ന് കടന്നുപോയതായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് യാതൊരു മടിയുമില്ല. അതായത് ഉച്ചഭക്ഷണം എല്ലാവരും കൊണ്ടുപോകും, എന്നാൽ എനിക്ക് ഒരു നേരത്തെ ഉച്ചഭക്ഷണം കൊണ്ടുപോകാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നില്ല. ജോർജ് മാത്യുവിനെ തൻ്റെ പിതാവ് ബസ്സിൽ പോകുവാനായിട്ട് കൊടുക്കുന്നതായ ആ 10 പൈസ താൻ അത് സ്വരൂപിച്ചു വെച്ച്
നടന്ന് സ്കൂളിൽ എത്തിയ ശേഷം ആ 10 പൈസ കൊണ്ട് ലഭിക്കുന്നതായ ചായയും കടിയും വാങ്ങി ഉച്ചയ്ക്ക് ഞങ്ങളെ പോഷിപ്പിക്കുന്നതായ അനേക ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ആ ക്രിസ്തീയ സ്നേഹവും ആ സർവീസും ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ടിടയായി. എന്നാൽ അതിനെല്ലാം ശേഷം യോഗങ്ങൾക്ക് കടന്നു പോകണമെന്ന് താൻ പറയുന്നുണ്ട് എങ്കിലും ഭവനത്തിൽ നിന്ന് എതിർപ്പുകൾ കൊണ്ട് കടന്നു പോകാനായിട്ട് സാധ്യമല്ല. അങ്ങനെ ഇരിക്കെ 1975 ഡിസംബർ മാസം 25-ാം തീയതി അവിടെ നിലമ്പൂർ ഭാഗത്തുള്ളതായിരിക്കും യുവജനങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരുന്നതായ NYEF എന്ന് പറയുന്നതായ ക്രിസ്മസ് ക്യാമ്പിൽ സംബന്ധിക്കുന്നതിനുള്ളതായിരിക്കുന്ന അവസരമുണ്ടായി. അന്നാണ് ഞാൻ ആദ്യമായി ഒരു ക്രിസ്തീയ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായതായ അനുഭവം എന്ന് പറയുന്നത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ആ സഹോദരന്മാർ തമ്മിലുള്ളതായ സ്നേഹവും അവർ തമ്മിലുള്ളതായ കൂട്ടായ്മയും അവരുടെ സംസാര ഭാഷകളും അതെല്ലാം എനിക്കൊരു വിചിത്രമായ കാര്യമായി തീരുവാനായിട്ടിടയായി തീർന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്തതോടുകൂടെ എനിക്ക് എൻ്റെ രക്ഷയുടെ മാഹാത്മ്യം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അന്ന് ആദ്യമായി പഠിച്ചതായിരിക്കുന്ന പാട്ട് അവിടെ പാടി എനിക്ക് പാട്ടിന് ഫസ്റ്റ് പ്രൈസ് കിട്ടാനായിട്ട് ഇടയായി തീർന്നു. അന്ന് കോഴിക്കോട് ഉള്ളതായിരിക്കുന്ന സഹോദരൻ PJ ആന്റണി ബഹ്റിനിലാണ്. താൻ അവധിക്ക് വന്നതായ സമയത്ത് അവിടെ ഒരു ക്യാമ്പിൽ ശുശ്രൂഷിക്കാനായിട്ട് വന്നു. താൻ ഒരു ഇംഗ്ലീഷ് പാട്ട് പഠിപ്പിച്ചു. അതിനുശേഷം ജോർജ് പീറ്റർ എഴുതിയതായിരിക്കുന്ന കർത്താവിനായി പാരിൽ എന്നെ ജീവകാലം എല്ലാം എന്നുള്ളതായ പാട്ടാണ് അവിടെ പഠിപ്പിച്ചത്. ആ പാട്ട് ഞാൻ കാണാതെ പഠിച്ചു. അതിനുശേഷം 1976 ഞങ്ങളുടെ സ്കൂളിൽ സേവനവാരം, അതായത് ഒക്ടോബർ 2-ാം തീയതി ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായ സേവനവാരം പരിപാടി നടക്കുകയാണ്. ആ സേവനവാരം പരിപാടിയുടെ ഒടുവിലത്തെ ദിവസം കുട്ടികൾക്കായി കലാപരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് പാട്ടുകൾ പാടാനും ഒക്കെ നല്ല അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ പേര് കൊടുത്തു. അങ്ങനെ എൻ്റെ പേര് വന്നപ്പോൾ ഞാൻ സേവനവാരത്തെക്കുറിച്ച് ഒരു പാട്ട് എഴുതി. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ സദസ്സ് മുഴുവനും വളരെയധികം ഹർഷാരവം മുഴക്കുകയും മാത്രമല്ല അവർ പറഞ്ഞു ഇനിയൊരു പാട്ടോടെ പാടണമെന്ന് പറഞ്ഞു. 1-2 പ്രോഗ്രാമുകൾക്ക് ശേഷം ഞാൻ അടുത്ത പാട്ട് കർത്താവിനായി പാരിൽ എൻ്റെ ജീവകാലമെല്ലാം എന്നുള്ളതാണ് പാടുന്നത്. ഒരു ക്രിസ്തീയ കൂട്ടായ്മയിൽ നമ്മൾ എങ്ങനെ പങ്കെടുക്കുന്നു എന്ന പ്രതീതിയിൽ കുട്ടികളെല്ലാം ആ പാട്ടിൻ്റെ താളത്തിനൊത്ത് കൈയെടുക്കാൻ ഇടയായി തീർന്നു. ആ പാട്ട് പാടിയതോടുകൂടെ സ്കൂളിലുള്ള ടീച്ചേഴ്സിനും സ്കൂളിലുള്ള കുട്ടികൾക്കുമെല്ലാം ഞാൻ ഒരു ദൈവ പൈതലായി ഒരു ക്രിസ്ത്യാനിയായി തീർന്നു എന്നുള്ളതായ വിവരം അറിയുവാൻ കഴിഞ്ഞു. അതിനു മുമ്പ് എൻ്റെ കൂട്ടുകെട്ടുകൾ വളരെ മോശമായിരുന്നു. ഞാൻ അങ്ങനൊരു സാഹചര്യത്തിലാണ്, ഒരു ഗ്രാമത്തിലാണ് വളർന്നു വന്നത്. അതുകൊണ്ട് അതിൻ്റെതായ സംസ്കാരമായിരുന്നു എൻ്റെ ഭാഷയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ വായിൽ നല്ല വാക്കുകൾ അധികം സംസാരിക്കാനായിട്ട് വരികയില്ലായിരുന്നു. അങ്ങനെയുള്ള സംസ്കാരമാണ്. മാത്രമല്ല എൻ്റെ പിതാവ് ഒരു മദ്യപാനി. ആ ഒരു ചുറ്റുപാടിലൊക്കെ കഴിയുമ്പോൾ ഞാനും അത് പകർത്തുവാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ളതായ ഒരു ജീവിതശൈലി പകർത്തുവാൻ ഇടയായതുകൊണ്ട് എൻ്റെ വാക്കുകളും അതുപോലെയായിരുന്നു. എന്നാൽ കർത്താവിനെ അറിയുവാനിടയായതുകൊണ്ട് ജീവിതത്തിൽ ഒരു സമൂലമായ പരിവർത്തനം ഉണ്ടാകുവാനിടയായി. ഞാൻ ആ സ്കൂളിൽ അന്ന് സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ ജോർജ് കുട്ടിക്കും വളരെയധികം പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടായി. അനേക ആളുകൾ തന്നെ എതിർക്കുവാനായിട്ടിടയായി. നീ എന്താ ഇവിടെയുള്ള ആളുകളെല്ലാം പെന്തക്കോസ്തലാക്കുവാൻ പോവുകയാണോ, ക്രിസ്ത്യാനിയാക്കുവാൻ പോവുകയാണോ എന്ന് ചോദിച്ച് പലപ്പോഴും പല നിലയിൽ പ്രയാസപ്പെടുത്തുവാനിടയായിട്ടുണ്ട്. എങ്കിലും പ്രിയ സഹോദരൻ അനേകരോട് കർത്താവിനെ കുറിച്ച് പറയാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഞാനും സഹോദരൻ ഗോപിനാഥനും മാത്രം വിശ്വാസത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വരുവാനായിട്ടിടയായി. ഈ ബൈബിൾ ക്യാമ്പ് കഴിഞ്ഞ ശേഷം ഞാൻ ഭവനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഇന്ന് പാലാരിവട്ടം സഭയിലെ ഒരു എൽഡറായിരിക്കുന്ന സഹോദരൻ PT വർഗീസ് പുന്നമൂട്ടിൽ താൻ നൽകിയതായിരിക്കുന്ന പുതിയ നിയമവുമായിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ സഹോദരൻ ഗോപിനാഥന് ഒരു ഫുൾ ബൈബിൾ ലഭിക്കുകയുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ 2 ഭവനങ്ങളിലേക്കും എത്തി. എന്നാൽ എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവരുടനെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എൻ്റെ ബൈബിൾ എടുത്തു മാറ്റി. എൻ്റെ പിതാവ് രാത്രിയിൽ വന്നപ്പോൾ ഈ വിവരം അറിഞ്ഞു. എന്നെ പിതാവ് അടിക്കാനായിട്ടിടയായി തീർന്നു. എൻ്റെ കൂട്ടു സഹോദരൻ ഗോപിനാഥന്റെ ഭവനത്തിലുണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ ആ ബൈബിൾ തൻ്റെ മുമ്പാകെ ആ മുറ്റത്ത് വലിച്ചു കീറിയിട്ട് തീ കൊടുത്തി. അതിനുശേഷം അങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നത് ഞങ്ങളെ സ്നേഹിക്കുന്നതായ
ഇടക്കരയിലും പരിസര പ്രദേശങ്ങളുള്ള അനേക ദൈവമക്കളായിരുന്നു. അവരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കിനി എങ്ങനെ മീറ്റിങ്ങിന് കടന്നു പോകാൻ കഴിയുമെന്നുള്ള ആശങ്കയിൽ മുന്നോട്ടിരിക്കുമ്പോൾ അവിടെ ആരാധന കഴിഞ്ഞ് യൂത്ത് മീറ്റിംഗ് നടക്കും. ആ സമയത്ത് ഞങ്ങളെ ജോർജ് കുട്ടി പറഞ്ഞു, നിങ്ങൾ ഉച്ച കഴിഞ്ഞ് ഭവനത്തിൽ വന്നാൽ ഞാൻ നിങ്ങളെ സൈക്കിളിന് ഹോളിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയും. അങ്ങനെ ജോർജ് കുട്ടി ഞങ്ങൾ ഉച്ചയാകുമ്പോൾ തൻ്റെ ഭവനത്തിൽ വരും. താൻ ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള സഭാ ഹോളിൽ നിന്ന് സൈക്കിൾ ചവിട്ടി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും മുന്നിലും പുറകിലും ഇരുത്തി ആ യൂത്ത് മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ചില മാസങ്ങൾ പിന്നിടുവാനായിട്ടിടയായി. അപ്പോൾ ഞങ്ങൾക്ക് ആത്മീയമായി കുറെ കൂടെ ശക്തി ലഭിക്കുവാനും ആത്മീയമായി വളരുവാനും അനേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മൂലം ഞങ്ങൾക്ക് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാനായിട്ടും ഇടയായിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഭവനത്തിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. എന്നാൽ 1976 ഏപ്രിൽ മാസമായപ്പോഴത്തേക്കും എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഗോപാലകൃഷ്ണൻ താൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. താൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ 4-ാം തീയതി 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി കഴിഞ്ഞ് അവധിക്കായിട്ട് വന്നപ്പോൾ താനൊരു വിഷുവിൻ്റെ ദിവസം എന്നെയും കൂട്ടി ടൗണിലേക്ക് പോവുകയാണ്. ടൗണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്ലാൻ താൻ മാറ്റുകയും താൻ പറഞ്ഞു, നമുക്ക് സിനിമയ്ക്ക് പോകാം. ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയ്ക്ക് വരുന്നില്ല. എൻ്റെ ജ്യേഷ്ഠൻ സിനിമയ്ക്ക് പോകാനായിട്ട് നിർബന്ധം പിടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്നോളാം. അതായത് ഈ ജോർജ് മാത്യുവിൻ്റെ ഭവനം സിനിമാ തിയേറ്ററിൻ്റെ നേരെ എതിർവശത്തായിരുന്നു. ഞാൻ ആ ഭവനത്തിലേക്ക് കയറി. ജ്യേഷ്ഠൻ മാറ്റിനി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ എന്നെ വിളിച്ചെങ്കിലും എനിക്ക് തൻ്റെ വിളി കേൾക്കുവാനായിട്ട് കഴിഞ്ഞില്ല. താൻ ദേഷ്യപ്പെട്ട് ആ ഭവനത്തിൻ്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോൾ ആ PM മാത്യുച്ചാൻ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിക്കുകയും അന്ന് രാത്രി 9 മണി വരെ സുവിശേഷം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താനും കർത്താവിനെ സ്വീകരിപ്പാനായിട്ടിടയായി തീർന്നു. ഞങ്ങൾ മടങ്ങി ഞങ്ങളുടെ ഭവനത്തിലേക്ക് രാത്രി പോകുന്നതായ സന്ദർഭത്തിൽ ഞാൻ തുള്ളിച്ചാടിക്കൊണ്ടാണ് പോയത് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് ഒരു തുണയായി എൻ്റെ ജ്യേഷ്ഠനും വിശ്വാസത്തിൽ വരുവാനിടയായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സേവിക്കാമല്ലോ എന്നുള്ളതായ വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഞങ്ങൾ ഇരുവരും വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. പിന്നെ ജ്യേഷ്ഠൻ യോഗത്തിന് പോകാൻ തുടങ്ങിയപ്പോൾ തന്നോട് കൂടെ പോകുവാനും അടുത്ത മാസം താൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, അതായത് SSLC പാസ്സായ ശേഷമാണ് സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. SSLC പരീക്ഷ കഴിഞ്ഞതായ സന്ദർഭത്തിൽ 1978 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 1 മാസത്തെ ഹ്രസ്വകാല ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ആ ഹ്രസ്വകാല ബൈബിൾ സ്കൂളിൽ പ്രിയ PM മാത്യുച്ചായൻ നിലമ്പൂർ ഒരു സ്കൂൾ എടുത്ത് അവിടെ നടത്തിയതായ ആ ബൈബിൾ സ്കൂളിൽ ഞങ്ങൾ പുതുതായി വിശ്വാസത്തിൽ വന്നവരും നമ്മുടെ സഭകളിൽപ്പെട്ട മലബാറിലുള്ള പല ചെറുപ്പക്കാരായ സഹോദരങ്ങളും വന്ന് വചനം പഠിക്കുവാനായിട്ടുള്ള അവസരമുണ്ടായി. പരസ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനായിട്ടുള്ള അവസരമുണ്ടായി. ആ സമയത്ത് 1 മാസത്തോളം പൂർണ്ണമായ നിലയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നതായ സമയങ്ങളായിരുന്നു. അന്നത്തെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രഗത്ഭരായ ദേവദാസന്മാരായ VT മത്തായിച്ചായൻ, R കൃഷ്ണൻകുട്ടി, അതുപോലെ ഉള്ളതായ ദേവദാസന്മാരിൽ അനേകർ, പൗലോസ് തുടിയൻ തുടങ്ങിയതായ ആളുകളൊക്കെ വന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ വളരെ ആഴമായ നിലയിൽ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ പഠിപ്പിക്കുവാനും ഞങ്ങൾക്ക് കർത്താവിൽ വളരുവാനും ഇടയായി. ആ മാസം 18-ാം തീയതി എനിക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഏറ്റവും താറുമാറാകുമായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ ഭവനത്തിൽ ആരും തന്നെ വിശ്വാസത്തിൽ വന്നിരുന്നില്ല. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഗോപാലകൃഷ്ണൻ മാത്രമാണ് വിശ്വാസത്തിൽ വന്നത്. മറ്റുള്ളവർക്കൊക്കെയും വളരെ എതിർപ്പുകൾ ഞങ്ങളോട് പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ സഭയായി അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും 1978 നടന്നതായ ഒരു ഓണവയാര ക്യാമ്പിൽ വെച്ച് കർത്താവിനെ സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. ആ വർഷം തന്നെ കോട്ടയത്തുള്ളതായ സഹോദരൻ EK ജോർജ് സാർ മുഖാന്തരം എൻ്റെ പിതാവും കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് കാരണമായി തീർന്നു. അങ്ങനെ എൻ്റെ മാതാവും പിതാവും സഹോദരിയും അവരും വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ മൂത്ത 2 ജ്യേഷ്ഠ സഹോദരന്മാർ വിശ്വാസത്തിലേക്ക് വരുവാനിടയായില്ല. അവർക്ക് ഇതിനോട് ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിലെ വ്യതിയാനമൊക്കെ കണ്ട് അവർക്കും ഇതിനോട് അനുകൂല മനോഭാവം ഉണ്ടായി. അവർ കർത്താവിനെ ഏറ്റുപറഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ ജീവിതത്തിൽ കാര്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുവാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠനും കർത്താവിനെ വാസ്തവമായി അറിയാതെ
ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിനെ സ്വീകരിച്ചു. തനിക്ക് സ്നാനപ്പെടുവാനുള്ളതായ സാക്ഷ്യം താൻ സഭയിൽ പറഞ്ഞു. അങ്ങനെ പാലക്കാട് സഭയിൽ താൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നതായ സന്ദർഭത്തിലാണ് 2020 തനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഒരു സ്ട്രോക്ക് ഉണ്ടാകുകയും താൻ ബലഹീനനായി തീരുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ തൻ്റെ മകൻ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. തൻ മകൻ മാത്രമല്ല, ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജ്യേഷ്ഠന്റെ മൂത്ത മകളുടെ രണ്ടാമത്തെ മകൻ ഈ കഴിഞ്ഞയാഴ്ച കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പാലമാട് പ്രവർത്തിക്കുന്ന സുശേഷകൻ സാങ്കുട്ടിച്ചായൻ തന്നോട് കർത്താവിന്റെ വചനം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് കർത്താവിനെ സ്വീകരിപ്പാൻ ഇടയായി. അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരായിട്ട് ഈ കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ വഴികളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഇനി എൻ്റെ ആത്മീയമായ വളർച്ചയെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് ദൈവദാസന്മാരുമായിട്ടുള്ളതായ സംസർഗമാണ് ഏറ്റവും അധികമായിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ ഈ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ എനിക്ക് ഞങ്ങളുടെ പ്രദേശത്തുള്ളതായിരിക്കുന്ന സുവിശേഷകന്മാരുമായിട്ട് വളരെയധികം ഹൃദ്യമായ അടുപ്പം ഉണ്ടായിരുന്നു. കാരണം അവരെന്നെ എല്ലാ നിലകളിലും പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കണമെന്നുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായ യാതൊരു സപ്പോർട്ടും ഇല്ലാത്തൊരു അവസ്ഥയാണ്. എന്നാൽ പ്രിയ സഹോദരന്മാര് മുൻകൈയെടുത്ത് ചില ആളുകളോടൊക്കെ പറയുകയും അങ്ങനെ ആ മാരാമണിലുള്ള പൊന്മേലി മണ്ണിൽ ജോൺ സാറിന്റെ സഹായത്താൽ എനിക്ക് പ്രീ ഡിഗ്രിക്ക് ഒരു പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കുവാനും അതിനുശേഷം പഠനം ആരംഭിക്കുവാനിടയായി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സുവിശേഷകൻ ടി.എ. ചെറിയാനോടൊപ്പം 1979 കാലങ്ങളിൽ താമസം ആരംഭിക്കുകയാണ്. അങ്ങനെ തന്നോടൊപ്പം ഏകദേശം 12 വർഷം തൻ്റെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ജീവിച്ചു എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും. എൻ്റെ ഭവനം, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഈ സ്ഥലവുമായിട്ട് 7-8 കിലോമീറ്റർ ദൂരമുണ്ട്. എങ്കിലും ഞാൻ ഈ ഭവനത്തിൽ പ്രിയ ടി.എ. ചെറിയാനോടൊപ്പം താമസിച്ച് മിക്കവാറും എൻ്റെ കിടപ്പ് അവിടുത്തെ സഭാ ഹാളിലായിരുന്നു. അങ്ങനെ ഞാൻ താമസിക്കാനിടയായത്, ഒന്നാമത് എനിക്ക് കോളേജിൽ പോകുന്നതിനും വരുന്നതിനുമുള്ളതായ സൗകര്യം മാത്രമല്ല, തുടർന്ന് എനിക്ക് ആത്മീയമായ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിത്തം ഉണ്ടാകണം, അതിനുവേണ്ടിയും കൂടിയായിരുന്നു. അങ്ങനെ എന്നെ ആത്മീയമായി വളർത്തുവാൻ പ്രിയപ്പെട്ടവർ ഉത്സാഹം കാണിച്ചു. വളരെ നാളുകൾ തന്നോടുകൂടെ ജീവിക്കുകയും സുവിശേഷകന്മാരുമായുള്ളതായ സഹകരണം എനിക്ക് ആത്മീയമായ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകുവാനായിട്ടിടയായി തീർന്നു. ഞങ്ങളുടെ അവിടെയുള്ള 3 പഞ്ചായത്തുകളിൽ ഞങ്ങൾ മിക്കവാറും മഴയില്ലാത്ത മാസങ്ങൾ ഒഴികെ എല്ലാ മാസങ്ങളിലും മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു ഗോസ്പൽ ക്യാമ്പയിൻ പ്രോഗ്രാം പോലെ നടത്തി അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നു. ഞാൻ രാവിലെ കോളേജിൽ പോകുന്നതിന് മുമ്പ് മൈക്ക് സെറ്റും ബാറ്ററിയും എല്ലാം സൈക്കിളിൽ ആ സ്ഥലത്ത് കൊണ്ട് എത്തിച്ച ശേഷം ഉച്ച കഴിഞ്ഞ് കോളേജ് വിട്ട് മടങ്ങി വന്ന് പിന്നെയും പോയി മൈക്കെല്ലാം മരത്തിൽ കെട്ടി സെറ്റ് ചെയ്ത ശേഷം ടെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ മടങ്ങി വരും. സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും തിരികെ ചെന്ന് മീറ്റിംഗ് നടത്തും. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടിടയായി. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തെ അവിടെ ആ മീറ്റിങ്ങിന് വേണ്ടി നോട്ടീസ് കൊടുക്കുവാനായിട്ട് ഒരു ഭവനത്തിൽ ഞങ്ങൾ പോവുകയാണ്. അന്ന് എനിക്ക് കോളേജില്ല, ആ ദിവസം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഞാനും സുശേഷൻ ടി.എ. ചെറിയാനും കൂടെ മരുതയിൽ മുണ്ടപ്പെട്ടി എന്ന് പറയുന്നതായ സ്ഥലത്ത് ഒരു വീടുകളിൽ നോട്ടീസ് കൊടുക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു എന്നെപ്പോലെ തന്നെ 14 വയസ്സുള്ള ഒരു പയ്യൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവിടെ സ്കൂളിൽ പോകാതെ താൻ പനിയായിട്ട് വീട്ടിലിരിക്കുകയാണ്. തന്നോട് ഞങ്ങൾ സുവിശേഷം പറയാനായിട്ട് ഇടയായി തീർന്നു. ആ സഹോദരന്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്. ഇന്ന് മരുത സഭയിലെ ഒരു സഹോദരനാണ്. ആ സഹോദരൻ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അതിന്റെ ഫലമായി അതിനോട് ചുറ്റുപാടും ഉള്ളതായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളെ ചേർത്ത് ആ സ്ഥലത്ത് ഒരു സൺഡേ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുവാനിടയായി. അതാണ് പിൽക്കാലത്ത് സഹോദരൻ സുവിശേഷകൻ വി.ജെ. മാത്യു കടന്നു വന്ന് മരുത സഭയായിട്ട് രൂപം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഞങ്ങൾ ഇടക്കര സഭയിലായിരിക്കുമ്പോൾ തന്നെ പരിസര പ്രദേശങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി പല ആളുകളും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും അവരുടെ ആത്മീയമായിരിക്കുന്ന പുരോഗതി ലക്ഷ്യമാക്കി ഇടക്കരയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരെയുള്ളതായ വള്ളിക്കാട് എന്ന് പറയുന്നതായ സ്ഥലത്ത് ഒരു സഭാ കൂടിവരവിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനും അനേക ആളുകളെ
വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. കത്തോലിക്ക ഭാഗത്തിൽ നിന്നും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നൊക്കെയും പലരും കർത്താവിനെ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. കഠിനമായ മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ അമ്മയെ തല്ലുന്നതായ രീതിയിലുള്ളതായ മദ്യപാനികളായ ആളുകളായിരുന്നു അങ്ങനെയുള്ള ആളുകൾ. അവരൊക്കെയും മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നു. അത് ആ ദേശത്ത് വലിയൊരു ചലനമുണ്ടാക്കി. അവിടെയുള്ളതായ കത്തോലിക്കരായ ആളുകൾ ഞങ്ങൾക്കെതിരെ ഇളകി ഞങ്ങൾക്ക് രാത്രിയിൽ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് സഞ്ചരിക്കുവാൻ കഴിയാതെ വണ്ണം ഞങ്ങളെ ജീവന് ഭീഷണി പോലും പെടുത്തിക്കൊണ്ട് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനിടയായി തീർന്നു. അങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഓരോ നാൾ കഴിയും തോറും വളരെ സജീവമായി പങ്കെടുക്കാനായിട്ടിടയായി. മലപ്പുറം ജില്ല മാത്രമല്ല, പാലക്കാട് ജില്ല, കണ്ണൂർ ജില്ല, ഇങ്ങനെയുള്ളതായ ജില്ലകളിലൊക്കെ നടക്കുന്നതായ പല സുവിശേഷ പ്രവർത്തനങ്ങളിലും ദേവദാസന്മാരോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എന്നെ സ്വാധീനിച്ച മറ്റൊരു പ്രവർത്തനമാണ് EU അഥവാ ഇവാഞ്ചലിക്കൽ യൂണിയൻ എന്ന് പറയുന്നതായ സംഘടന. അതായത് വിശ്വാസികളായ ദൈവമക്കൾ ഒരുമിച്ച് കോളേജിൽ നടത്തുന്നതായ ഒരു പ്രവർത്തനമാണ്. അത് ഇന്റർ ഡിനോമിനേഷണൽ ആയിട്ടുള്ള പ്രവർത്തനമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. ഞാൻ ആ പ്രവർത്തനവുമായി ബന്ധത്തിലേക്ക് വരുവാനിടയായത് എൻ്റെ ആത്മീയ ജീവിതത്തിലെ ആരംഭ നാളുകൾ എനിക്ക് വളരെ പ്രചോദനം നൽകുവാനിടയായി. ആ കാലങ്ങളിലൊക്കെ കോഴിക്കോട് ദേവഗിരി കോളേജ്, മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്നതായ അനേക വിദ്യാർത്ഥികൾ കർത്താവിനെ അറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വരികയും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ഫെലോഷിപ്പ് ചെയ്യുകയൊക്കെ ചെയ്തതൊക്കെ ആത്മീയമായ ജീവിതത്തിൽ കുറെ കൂടെ പുരോഗമനത്തിനും പ്രചോദനത്തിനും കാരണമായി തീർന്നു. അങ്ങനെ എനിക്കും ആത്മീയമായി ആ ശുശ്രൂഷ മുഖാന്തരം പ്രയോജനപ്പെടുവാനിടയായി. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും കോളേജുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതായ EU മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും സഹായകരമായ ഒന്നായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പാസ്സായി. അതിനെ തുടർന്ന് എനിക്ക് 1986 നിലമ്പൂരിൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി. മുമ്പ് കുവൈറ്റിലുണ്ടായിരുന്നതായ ഒരു സാറിൻ്റെ സ്ഥാപനമായിരുന്നു അത്. അദ്ദേഹം അത് ആരംഭിക്കാൻ നേരത്ത് എന്നോട് പറഞ്ഞു അത് ഏറ്റെടുത്ത് ചെയ്യാമോ. അങ്ങനെ ഞാൻ ആ പ്രസ്ഥാനം അവിടെ ആരംഭിച്ചു. 1986 മുതൽ 90 ഓഗസ്റ്റ് വരെയുള്ളതായിരിക്കുന്ന നാളുകളിൽ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. വലിയ ശമ്പളമൊന്നും ഇല്ല എങ്കിലും എനിക്ക് ആത്മീയമായ പ്രവർത്തനങ്ങളിൽ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ പങ്കെടുക്കുവാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതായ നാളുകളിലാണ് നിലമ്പൂർ ഭാഗത്ത് കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനം കാര്യമായ നിലയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സഭകളിൽ സൺഡേ സ്കൂളുകൾ വളരെ നാമമാത്രമായ നിലയിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഈ ബാലസംഘത്തിന്റെ പ്രവർത്തനം നിലമ്പൂർ ഭാഗത്തുണ്ടാകണമെന്നുള്ളതായിരിക്കുന്ന ചിന്തയും പ്രാർത്ഥനയും ഉണ്ടായി. അതിൻ്റെ സഹോദരന്മാരുമായിട്ട് ബന്ധപ്പെടുകയും അവർ കടന്നു വന്നിട്ട് ആ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു സെന്റർ രൂപീകരിക്കുവാനും അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് ചില വർഷങ്ങൾ ആ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാനിടയായി. അത് സഭകൾ തമ്മിലുള്ളതായിരിക്കുന്ന ഒരു ഒത്തൊരുമിച്ചുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അത് വളരെ ഒരു അനുഗ്രഹമായ കാര്യമായി തീരുവാനിടയായി എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അങ്ങനെ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ വിവിധ നിലകളിൽ YMEF, ബാലസംഘം തുടങ്ങിയതായ പ്രവർത്തനങ്ങൾ കൂടാതെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി പ്രവർത്തിക്കുവാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ വള്ളിക്കാട് ആരംഭിച്ചതായിരിക്കുന്ന സഭാ കൂടിവരവിൽ ധാരാളം പുതിയ വിശ്വാസികൾ മുന്നോട്ട് വരികയും അങ്ങനെ വളരെ സന്തോഷകരമായ നിലയിൽ ഞങ്ങൾക്ക് ആ സഭ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിരിക്കുന്ന ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പോകണമെന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ചിന്തകൾ പലപ്പോഴും വരും. നമ്മുടെ ഇടയിലുള്ളതായ പ്രധാനപ്പെട്ടവരായ പല ഉപദേഷ്ടാക്കന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സഹോദരന് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയുണ്ട്, തീർച്ചയായിട്ടും പൂർണ്ണമായ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. എന്നാൽ ഞാൻ ആ കാര്യം ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എങ്കിലും ദൈവം എനിക്ക് ഒരു വെളിച്ചം ആ കാര്യത്തിൽ തന്നില്ല. സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ്. എന്നാൽ എനിക്ക് ജോലിയോടുകൂടെ ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോയിഡയിൽ പ്രവർത്തിക്കുന്നതായ ഞങ്ങളുടെ ദേശക്കാരനായ സഹോദരൻ TS ജെയിംസ് ഒരിക്കൽ
ഒരിക്കൽ നാട്ടിലേക്ക് കടന്നു വരികയും എന്നോട് പറഞ്ഞു, ഡൽഹിയിലേക്ക് വാ, നമുക്ക് അവിടെ നോയിഡയിൽ ജോലിക്ക് സാധ്യത കൊണ്ട് വരിക, നമുക്ക് അവിടെ ആയിരിക്കാമെന്ന് എന്നോട് പറഞ്ഞു. തൻ്റെ ആ പ്രോത്സാഹന പ്രകാരമാണ് ഞാൻ 1990 ഓഗസ്റ്റ് മാസം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെ ഡൽഹിയിൽ വന്ന് നോയിഡയിലുള്ള അസംബ്ലിയിലും ഡൽഹിയിൽ സഹോദരൻ താരു വർഗീസിന്റെ അസംബ്ലിയിലും എനിക്ക് കൂട്ടായ്മയിലായിരിക്കുവാനും അവിടെയുള്ളതായ സുവിശേഷകന്മാരോട് ചേർന്ന് ഡൽഹി ഗ്രാമങ്ങളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. അപ്പോൾ തന്നെ എനിക്ക് ജോലിയിലും തുടരുവാനിടയായി. അങ്ങനെ ഇരിക്കുന്നതായ സന്ദർഭത്തിലാണ് 1992 മെയ് മാസത്തിൽ എനിക്ക് കുവൈറ്റിലേക്ക് വരുവാനുള്ളതായിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയും അങ്ങനെ 1992 മെയ് മാസം 22-ാം തീയതി കുവൈറ്റിൽ വന്നെത്തുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പുതിയ ഫേസ് ആയിട്ട് എനിക്കതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഞാൻ ഇവിടെ വന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിലും എന്നിൽ ദൈവം നൽകിയതായിരിക്കുന്ന ആ ആത്മാക്കളെ കുറിച്ചുള്ളതായ ഭാരം എന്നിൽ വളരുകയും എൻ്റെ കൂട്ടു സഹോദരന്മാരോട് ആ കാര്യങ്ങൾ പങ്കുവച്ച് ഞങ്ങളുടെ പല ക്യാമ്പുകളിൽ സുവിശേഷം അറിയിക്കുവാനായിട്ടും അനേക ആളുകൾ കർത്താവിനെ അംഗീകരിച്ച് വരുന്നത് കാണുവാനും എനിക്കും അതിൽ പങ്കാളിയായി തീരുവാനും അവസരമുണ്ടായി. അങ്ങനെ 92 മുതൽ കുവൈറ്റിൽ സിറ്റിയിലുള്ളതായിരിക്കുന്ന ബദറൻ അസംബ്ലി കുവൈറ്റിൽ ഞങ്ങൾ സജീവമായി സന്തോഷമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം ഇടയാക്കി. തുടർന്ന് എനിക്ക് 1994 ജനുവരി മാസം 27-ാം തീയതി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിടയാക്കി. എനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നത് വാളകം സ്വദേശിയായിരിക്കുന്ന പാപ്പാലിൽ PU വർഗീസ് എന്ന് പറയുന്നതായ അദ്ദേഹത്തിൻ്റെ മകൾ എലിയാമ്മ വർഗീസ്, ജിജി എന്ന് വിളിക്കുന്ന സഹോദരിയാണ്. സഹോദരി TMM-ൽ നഴ്സിംഗ് പഠിച്ച ശേഷം കുവൈറ്റിൽ 2022 സെപ്റ്റംബറിൽ എത്തിച്ചേർന്നു. അതിനുശേഷം ഞങ്ങളുമായിട്ടുള്ള വിവാഹ ആലോചന വരികയും ഞങ്ങളുടെ സഹോദരൻ ജോൺ ജോർജ് മുഖാന്തരം ആ വിവാഹാലോചന വന്ന് അത് പുരോഗമിക്കുകയും ഞങ്ങളുടെ വിവാഹം കുവൈറ്റിൽ വെച്ച് തന്നെ നടക്കുവാനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളുണ്ടായി. എൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസം ഏറ്റുപറയുവാൻ ഇടയായി തീർന്നത് മണ്ണാർത്തറ KV മാത്യു സാറ് മുഖാന്തരമാണ്. ആ ദൈവദാസനാണ് ഞങ്ങളുടെ വിവാഹം നടത്തുവാനായിട്ട് ഇടയായി. താനും ആ നിലയിൽ ഇവിടെ കടന്നു വന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഈ സ്ഥലത്ത് രണ്ടുപേരും ഒരുമിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. 5 മക്കളെയാണ് കർത്താവ് ഞങ്ങൾക്ക് ഉദരഫലമായി നൽകിയതെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളോടൊപ്പം 2 പേർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു കുഞ്ഞ് അബോർഷനായി നഷ്ടപ്പെട്ടു. ഒരു മകൾ ഉണ്ടായത് അവൾ ഫുൾ ടേം ഡെലിവറിയായി. ആ കുഞ്ഞ് മാസറേറ്റഡ് ബേബിയായി മരിച്ച നിലയിലാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിനുശേഷം ഒടുവിലത്തെ കുഞ്ഞുണ്ടായത് 6 മാസം പ്രായമുള്ളതായ ഒരു കുഞ്ഞായിരുന്നു. ആ 6 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവായിരുന്ന ആ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തുവെങ്കിലും ആ കുഞ്ഞ് വളരെ ബലഹീനതകളോടുകൂടെ ആശുപത്രിയിൽ 5 മാസത്തോളം തുടർന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരുവാനിടയായി. ഏകദേശം 1 വർഷവും 3 മാസവും 18 ദിവസവും ഞങ്ങളുടെ ഭവനത്തിൽ ആ കുഞ്ഞിനെ വളർത്തുവാനിടയായി. കുഞ്ഞിന് പല പ്രയാസങ്ങളുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഓരോന്നോരോന്നായി മാറി തുടങ്ങിയെങ്കിലും ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ 2002 ജനുവരി മാസം 15-ാം തീയതി ആ കുഞ്ഞ് എൻ്റെ ഭാര്യയുടെ കയ്യിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. അത് ഞങ്ങളുടെ ജീവിതത്തെ സാരമായി പിടിച്ചു കുലുക്കിയതായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇനി എന്ത് ചെയ്യണം? ആ നാളുകളിൽ ഞങ്ങൾ കേട്ടതായ ഒരു സന്ദേശമാണ് ദൈവത്തിൻ്റെ ദാസൻ ജോർജ് നവജീവോദയത്തിലുള്ളതായ ആ ജോർജ് എന്ന് പറയുന്നതായിരിക്കുന്ന ന്യൂക്ലിയർ സയന്റിസ്റ്റ് കുവൈറ്റിൽ വന്നപ്പോൾ ചെയ്തതായ ഒരു പ്രഭാഷണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുക, ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രോജക്ട്സ്. അത് ഞങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുവാനിടയായി. നിങ്ങളുടെ ദുഃഖങ്ങളെ പാഴാക്കരുത് എന്നുള്ളതായ ആ പോൾ ബിൽഹൈമറിൻ്റെ ആ പുസ്തകവും ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാരം നീങ്ങുവാനിടയായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മരണത്തെ തുടർന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഏകദേശം 6 വർഷത്തിലധികമായിട്ട് ഞങ്ങൾ തുടർന്ന് ഇവിടെ ഔട്ട്റീച്ച് മീറ്റിംഗ് ആയി ക്യാമ്പുകളിൽ നിന്നും മറ്റും ഞങ്ങളുടെ സ്നേഹിതരായ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് സുവിശേഷം കേൾപ്പിക്കുവാനും പിന്നീട് അത് ഒരു സഭാകുടിയുരുവായി ഞങ്ങൾ ഈ താമസിക്കുന്ന ഭാഗത്ത് ഉണ്ടാകുവാനും
കർത്താവ് ഇടയാക്കി തീർത്തു. അങ്ങനെ ഇവിടെ നടക്കുന്നതായ അനേക ആത്മീയ ശുശ്രൂഷകളിൽ ഞങ്ങൾക്ക് പങ്കാളികളായി തീരും. വിശേഷിച്ച് CF, VBS മറ്റ് പൊതുവായ പരിപാടികളിലൊക്കെ ഞങ്ങൾക്ക് സജീവമായ പങ്കാളിത്തം വഹിക്കുവാൻ കർത്താവ് ഇടയാക്കി. അത് മുഖാന്തരം അനേക ആത്മീയമായ ഫലങ്ങളിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതായ വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വർണ്ണിക്കുവാനാവാത്തതാണ്. എത്രയോ മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്തതാണ്. അങ്ങനെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും അവർ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിവാഹിതരായി ഇവിടെ കുവൈറ്റിലുണ്ട്. ഞങ്ങൾക്ക് കർത്താവിനെ സേവിക്കുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബത്തിലുള്ളവർ ഇനിയും രക്ഷയിലേക്ക് വരുവാനുള്ളവരുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. കർത്താവ് എനിക്ക് തരുന്നതായ ഏതൊരവസരവും ഞാൻ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തയ്യാറുള്ളവനാണ്. ഞാൻ അന്ന് ആ സ്കൂളിൽ പാടിയതായ ആ കർത്താവിനായി പാരലിൻ്റെ ജീവകാലം എല്ലാം എന്ന് മാത്രം ആ പാട്ടിൻ്റെ ഒടുവിൽ പാടുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും എൻ്റെ കർത്താവിനെ സാക്ഷിക്കണമെന്നുള്ളതാണ്. ചാൾസ് ജോൺ പാടിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ: ഒന്നു മാത്രമെന്നാഗ്രഹമേ എന്നെ വീണ്ടെടുത്ത നാഥനെ, മണ്ണിലെവിടെയും കീർത്തിക്കണം, മണ്ണിലെവിടെയും കീർത്തിക്കണം, എനിക്കേശുവുണ്ടീ മരുവിൽ എല്ലാമായെന്നുമെന്നരികിൽ. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി ഇവിടെ കുവൈറ്റിലുള്ളതായ ബ്രദറൻ ബിലീവേഴ്സ് അസംബ്ലി BBAK സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ചു പോകുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക. ഞാൻ ഒരു ചുരുക്ക നിമിഷങ്ങൾക്കേക്ക് ഒരു വാക്യം മാത്രം വായിച്ച് ഒരു ചിന്ത പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയായ അനുഭവമാണ് ചെത്തി വെടിപ്പാക്കൽ എന്നുള്ളത്. അധികം ഫലം കായ്ക്കേണ്ടതിന്, കൂടുതൽ ഫലകരമായി കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടതിന്, പ്രവർത്തിക്കേണ്ടതിന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ചെത്തലുകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയാക്കി തീർത്തു. ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഈ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ആ കർത്താവ് എന്ന മുന്തിരി വള്ളിയോട് നാം ചേർന്നിരിക്കുന്നവരാണ്. നാം കൊമ്പുകളാണ്. കർത്താവ് തൻ്റെ അവകാശവാദങ്ങളിൽ 7-ാമത്തേതായി പറഞ്ഞത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്നാണ്. ആ സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവായ യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അവനിൽ നിന്ന് നമുക്ക് പിരിയുവാൻ കഴിയാത്ത നിലയിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. എന്നാൽ ആ കർത്താവ് തോട്ടക്കാരൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ആ മുന്തിരിവള്ളിയോട് ചെയ്യുന്നത്. ആ മുന്തിരിവള്ളിയിൽ ഉള്ളതായിരിക്കുന്ന കൊമ്പുകൾ ഫലം ഇല്ലാത്തവയെ അത് ചെത്തിക്കളയുകയും ഫലം കായ്ക്കുന്നവ അധികം ഫലം കായ്ക്കേണ്ടത് അതിനെ ചെത്തി വെടിപ്പാക്കുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അങ്ങനെ അധികം ഫലം കായ്ക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആ അധ്യായത്തിൽ തന്നെ താഴോട്ട് വരുമ്പോൾ വായിക്കുന്നുണ്ട്, എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നാം അധികം ഫലം കായ്ക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. അനേകർ നമ്മളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ഇടയാകാണ്, സ്തോത്രം ചെയ്യുവാനായിട്ട് ഇടയാകാണ്. അനേകർക്ക് ആത്മീകമായിരിക്കുന്ന നന്മ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മുന്തിരിവള്ളിയിൽ ആയിരിക്കുമ്പോൾ, അവനോട് ചേർന്ന് നാം ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ജീവന്റെ ആ തുടിപ്പ് കാണിക്കുവാനായിട്ട് ഇടയായി തീരുള്ളൂ. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ മാത്രമേ അവന് ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. കർത്താവിന്റെ ഇഷ്ടപ്രകാരം കർത്താവ് നടന്നതായ ആ പാത തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ നടന്നതുപോലെ നടക്കുവാനിടയാകും. മാത്രമല്ല, സഹോദരനെ സ്നേഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. പാവത്തെ വെറുതെ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് കർത്താവിൽ വസിക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ നമുക്ക് ആത്മീകമായിരിക്കുന്ന ഒരു നല്ല ജീവിതം ഉണ്ടാകുവാനായിട്ട് ഇടയും. ഇവിടെ ഫലം പുറപ്പെടുവിക്കുക, അധികം ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് കേവലം ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ള അർത്ഥമാണ് എന്നാണ്. അത് ഒരളവിൽ നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഇവിടെ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന് പറയുമ്പോൾ ഒരു ജീവൽ ബന്ധമാണ് കാണിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് എന്താണെന്നാൽ അതൊരു റീപ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിന്റെ ഒരു
ഫലമായിട്ടാണ് അതിനെക്കുറിച്ച് കാണുന്നത്. നാം ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വായിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന അതത് തരം വൃക്ഷലതാദികളെ കുറിച്ച് പറയുമ്പോൾ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം ഫലം പുറപ്പെടുവിക്കുന്നവയാണ് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഈ കർത്താവുമായി പറ്റിച്ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫലം പുറപ്പെടുവാനായിട്ട് ഇടയാകണം. എന്താണ് ആ ഫലം? ജീവന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ആത്മാക്കളെ നേടുന്നതാണ്. അതായത് ഒരു ക്രിസ്ത്യാനിയെ ഉളവാക്കുന്നു എന്നാണ് ഒരു ദൈവഭക്തൻ പറഞ്ഞിട്ടുള്ളത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായ സന്താനങ്ങൾ ഉണ്ടാകണം, സന്താന പരമ്പര ഉണ്ടാകണം എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ ജാതികളിൽ എന്ന പോലെ നിങ്ങളിൽ വല്ല ഫലം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്താണ് ആ ഫലം എന്ന് പറയുന്നത്? ചിലർ കൂടെ കർത്താവിലേക്ക് വരിക എന്നുള്ളതാണ്. മാത്രമല്ല പിന്നെ നാം വായിക്കുന്നത്, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് വേറൊരുവന് കീഴ്പ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നാം വായിക്കും, നാം കർത്താവിലേക്ക് വന്നിരിക്കുന്നത് കർത്താവിന് വേണ്ടി പുതിയതായ ആത്മാക്കളെ നേടുക, അഥവാ ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊമ്പുകളാണ് ഫലം നൽകുന്നത്, മുന്തിരിവള്ളിയല്ല. കൊമ്പുകളാണ് ഫലം നൽകുന്നത്. നാം ഓരോരുത്തരും കൊമ്പുകളാണ്. നമുക്ക് ആത്മീയമായ മക്കളെ ജനിപ്പിക്കുവാൻ, ഫലങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അനേക വർഷങ്ങൾക്ക് മുമ്പ് എടക്കരയിൽ തമിഴ്നാട്ടിൽ നിന്നൊരു സുവിശേഷൻ കടന്നു വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ വന്നിട്ട് ചർച്ചിൽ വന്നിട്ട് ചോദിക്കുകയാണ്, മിനിസ്ട്രി ചെയ്തപ്പോൾ താൻ ചോദിച്ചു, ഇടയൻ കുട്ടി പോടുമോ ആട് കുട്ടി പോടുമോ? ഇടയനാണോ ആടിനെ ഉണ്ടാക്കുന്നത്, അതോ ആടാണോ? ആടുകളാണ് ആടുകളെ പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം വാസ്തവമായി വ്യക്തിപരമായോ നാം കൂട്ടമായോ സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ നമുക്ക് ആത്മാക്കളെ നേടുവാനായിട്ട് കഴിയുകയില്ല. ഞാനും നിങ്ങളും ഓരോരുത്തരും ആത്മാക്കളെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കർത്താവിനെ കുറിച്ച് പറയുവാനിടയാകുന്നില്ല എങ്കിൽ ആത്മാക്കൾ മുന്നോട്ട് വരികയില്ല. പലരും പറയുന്നുണ്ട്, നമുക്ക് നന്നായി ജീവിച്ചാൽ മതി, സുവിശേഷത്തിന് യോഗ്യമായി ജീവിച്ചാൽ മതി, ആത്മാക്കൾ വരും. സുവിശേഷത്തിന് യോഗ്യമായി ജീവിക്കണം, ഉപദേശം വേണം, രണ്ടും വേണം. നമ്മുടെ ജീവിതവും വേണം, ഉപദേശവും വേണം. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം സുവിശേഷം അറിയിക്കുകയും ചെയ്യണം. നാം സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം പറയുന്നത്. നാം പറയുന്നതായ സുവിശേഷം എന്താണ്? ഗുഡ് ന്യൂസ് ആണ്. അത് സന്തോഷത്തിന്റെ വാർത്തയാണ്, അത് രക്ഷിക്കുന്നതായ സന്ദേശമാണ്, ദൈവശക്തിയാണ്. അത് നാം അറിയിക്കുന്നതിൽ മടി കാണിച്ചാൽ അത് നാം കുറ്റക്കാരാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നൽകുവാനുള്ളത് ഏറ്റവും നല്ലതായ ഒരു ദൂതാണ്. അത് നമുക്ക് നൽകുവാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. നാം വ്യക്തിപരമായി നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ മറ്റുള്ളവരുടെ കർത്താവിനെ കുറിച്ച് പറയുക. നാം എത്രയോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഈ കർത്താവിനെ സാക്ഷിക്കുവാൻ നാം എത്ര പേർ അത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ചില സന്ദേശങ്ങൾ കൈമാറുവാൻ, ചിലർക്ക് ചില ട്രാക്റ്റുകൾ കൊടുക്കുവാൻ, ഒരു ബൈബിൾ കൊടുക്കുവാൻ, ഒരു ബുക്ക്ലെറ്റ് കൊടുക്കുവാൻ, നമുക്ക് ചിലരെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തിന്റെ വചനം കേൾപ്പിക്കുവാൻ, ചിലരോട് വ്യക്തിപരമായി സുവിശേഷം അറിയിക്കുവാൻ, വലിയ കൺവെൻഷൻ ക്രൂസൈഡുകളൊന്നും നടത്തി പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. നാം ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നത് 1-to-1 പേഴ്സണലായിട്ടുള്ള സുവിശേഷീകരണം മുഖാന്തരമാണ് ധാരാളമായി ആളുകൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. ആ പ്രവൃത്തിയിൽ നമുക്ക് മുന്നേറുവാൻ ഇടയായി തീരട്ടെ എന്നാണ് നാം വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കേണ്ടത്. നാം എത്ര നല്ല ജീവിതം നയിച്ചാലും സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ, വചനം കേട്ടില്ല എങ്കിൽ ആരും കർത്താവിന്റെ പക്ഷത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകുകയില്ല. ഇവിടെ നാം കാണുന്നത്, നാം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വളരെ ഫലം കായ്ക്കുവാനായിട്ട് ഇടയായി തീരണമെങ്കിൽ നാം നമ്മുടെ ഉടയവനായ തോട്ടക്കാരനായ കർത്താവിന്റെ സന്നിധിയിൽ നാം വിധേയപ്പെട്ടു കൊടുക്കണം, നമ്മെ ചെത്തുവാനായിട്ട് അനുവദിക്കണം. രണ്ടാമത്, നമുക്ക് അവന്റെ വചനം നമ്മിൽ വസിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ ഉളവാകുവാനായിട്ട് ഇടയായി തീരും. ആ വചനമാണ് നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർക്കുന്നത്. ആ വചനം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആ വചനത്തിനനുസരണമായി നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയും ആ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതായ ഒരു ജീവിതം ഉണ്ടാകണം. മാത്രമല്ല, നാം ഇത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സമർപ്പിക്കപ്പെട്ടതായ ഹൃദയം ഉണ്ടായിരിക്കണം. കർത്താവേ, ഞാൻ അവിടുത്തെ ഹിതം ചെയ്യുവാനായിട്ട്, അവിടുത്തെ സാക്ഷ്യം വഹിക്കുവാൻ, സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതായ ഒരു കാര്യമാണ്
സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു നാളുകളിൽ നാം ഈ കേട്ടതായ ചിന്തകൾ മുഖാന്തരം നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഫലപ്രദമായ നിലയിൽ ഉപയോഗിക്കപ്പെടുവാൻ, പ്രത്യേകിച്ച് ആത്മാക്കളെ ആദായപ്പെടുത്തുന്ന കാര്യത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു ചെറുവിരൽ ഇണക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീർന്നാൽ അതാണ് നമുക്ക് പ്രതിഫലമായിട്ട് ദൈവം നൽകുവാനായിട്ട് പോകുന്നവർ. നാം വായിക്കുന്നത് പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ഇന്നും എന്നേക്കും ശോഭിക്കുമെന്നുള്ളതാണ്. അത് സാധിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ നിലയിൽ എനിക്ക് അവസരം തന്നതായ പ്രിയ സഹോദരന്മാരോട് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്റർനെറ്റിന്റെ അല്പമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. കേൾവിക്കാരായ എല്ലാ സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നാം കേട്ടത്. മാത്രമല്ല, പ്രിയ ജോയ് ജോൺ കുവൈറ്റ് സഭയിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്കിന്ന് കേൾപ്പാൻ തക്കവണ്ണം ഇടവരുത്തി. താൻ രക്ഷിക്കപ്പെട്ട ആ സന്ദർഭം എന്ന് പറയുന്നത് സ്കൂളിലെല്ലാം കുഞ്ഞുങ്ങൾ ഓടിച്ചാടി കളിച്ചു നടക്കേണ്ട ഒരു പ്രായമാണ്. ആ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ കണ്ടുമുട്ടുക, മറ്റുള്ളവരോട് സുവിശേഷം പറയുക, വീട്ടുകാരോട് സുവിശേഷം പറയുക, അതെല്ലാം വലിയൊരു ധൈര്യമാണ് പ്രിയ കർത്തൃദാസന് ദൈവം കൊടുത്തത്. കേൾക്കുമ്പോൾ നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതുമാത്രം ഉപദേശിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞോ എന്ന് ഓരോ ദിവസവും ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നാം ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ മൂലം അനേകർക്ക് ദൈവത്തെ കാണാൻ കണ്ടുമുട്ടുവാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇന്ന് പ്രിയ സഹോദരനിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ ഇടവരുത്തിയത്. വളരെ അത്ഭുതകരമായ രീതിയിലാണ് പ്രിയ സഹോദരനെ ദൈവം നടത്തിയത്. ആ കാര്യത്തിൽ വളരെ ദൈവത്തിന് നന്ദിയുള്ളവനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരനാണ് ജോയ് ജോൺ കുവൈറ്റ്. ഇപ്പോഴും ഞങ്ങൾ സന്തോഷത്തോടെ സംസാരിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു നല്ലൊരു സഹോദരനാണ്. പ്രിയ സഹോദരൻ മൂലം വരും കാലങ്ങളിൽ കൂടുതൽ ആളുകൾ ദൈവത്തിന്റെ ആ സ്നേഹത്തെ കേൾക്കുവാൻ, ദൈവത്തെക്കുറിച്ച് അറിയുവാൻ എല്ലാം ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരൻ എഴുതിയ 3 ഗാനങ്ങളാണ് നാം കേട്ടത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളാണ്. ചില പാട്ടുകളെല്ലാം നാം നേരത്തെ കേട്ടു. ഇന്ന് 3 പാട്ടേ കേൾക്കുവാനുള്ള ഒരു അവസരം കിട്ടിയുള്ളൂ. അതും വളരെ മനോഹരമായിട്ട് പ്രിയ സഹോദരി അസനത്ത് കണ്ണൻ നായരും അതുപോലെ കണ്ണനും ആലോചിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം വിജയിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ്. തുടർന്നും ഈ മിനിസ്ട്രി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഇത് കുറച്ചുപേരെ ജോയിൻ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇത് നാം യൂട്യൂബിലിടുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഈ സാക്ഷ്യവും ഈ പാട്ടുകളും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും ദൈവവേല ചെയ്യണമെന്നുള്ള തീർച്ചയായിട്ടും ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയ സഹോദരനെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. തുടർന്നും അടുത്ത ആഴ്ച ഈ ഒരു പ്രോഗ്രാം നടക്കേണ്ടതുണ്ട്. അത് ദൈവം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയ സന്തോഷ് സഹോദരനെയും കുടുംബത്തെയും നിങ്ങളുടെ പ്രിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. അതിനുവേണ്ടി ആലുവയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ജോജോ സഹോദരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്. എൻ്റെ പിതാവ് ക്യാൻസർ ബാധിതനായി ട്രീറ്റ്മെന്റിനോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന ഗോപാലകൃഷ്ണൻ ബ്രദർ, ജോയ് ജോൺ ബ്രദറിന്റെ സഹോദരനാണ്. അദ്ദേഹം ജോയ് ജോൺ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ഒരു സുവിശേഷകന്റെ ഫാദർ ക്യാൻസർ ബാധിതനായി വളരെ പ്രയാസപ്പെടുന്നു, കീമോ ചെയ്യണം, വിവിധ ട്രീറ്റ്മെന്റ് ഉണ്ട്, മരണത്തെ മുഖാമുഖം കാണുകയാണ്, സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ പ്രിയ ജോയ് ജോൺ സഹോദരൻ ഒരു കൂട്ടായ്മ കുവൈറ്റിൽ നിന്ന് അയച്ചു തന്നത് ഈ സമയത്ത് നിറകണ്ണുകളോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ പിതാവ് ആ ചികിത്സയ്ക്ക് ശേഷം ചില വർഷങ്ങളായി കടന്നുപോയി എങ്കിലും അത് മകനായ എൻ്റെ ഹൃദയത്തിൽ ഇന്നും തൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഹൃദയം തുടിക്കുകയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല രാത്രി സമയത്ത് കർത്താവെ, ഞങ്ങൾക്ക് ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഈ രീതിയിൽ കൂടി വരുവാൻ കർത്താവ് സംഗതിയാക്കിയത് കൊണ്ട് സ്തോത്രം.
കർത്താവേ, നിന്റെ മക്കളെ അവിടുന്ന് ഓരോ സാഹചര്യങ്ങളിലും സ്ഥലങ്ങളിലും പരിപാലിക്കുന്ന വിധങ്ങൾ അപ്രമേയമാണ്. അനേക വൈതരണികളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നാലും ഒരു ശുഭ തുറമുഖത്തേക്ക് അവരെ അവിടുന്ന് ആനയിക്കുന്നു എന്നുള്ളത് പ്രിയ ജോയ് ജോൺ സഹോദരന്റെ സാക്ഷ്യത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവെ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ആ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ കർത്താവെ, സ്കൂൾ വിദ്യാഭ്യാസം മുതൽ കലാലയ ജീവിതത്തിലും അനുസ്യൂതം തന്റെ ജോലി മണ്ഡലങ്ങളിലും കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ആ സുവിശേഷം ഇന്നും പാപികളെ മാടി വിളിക്കുന്നു. ഇന്നും പാപികളെ മാനസാന്തര പാന്താവിലേക്ക് വഴിതിരിച്ചു വിടുന്നു. കർത്താവെ, അതിന്റെ വക്താക്കളാകുവാൻ ഏഴകളും കൃമികളുമായി ഞങ്ങളെ അവിടുന്ന് മുൻ കണ്ടതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മാത്രമല്ല കർത്താവെ, തന്റെ താലന്തുകൾ ക്രയവിക്രയം ചെയ്യുവാൻ, കർത്താവെ, തന്റെ തൂലിക കർത്താവെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചലിപ്പിക്കുവാൻ, ഹൃദയതന്ത്രികൾ മീട്ടുവാൻ കർത്താവെ തന്റെ വരികൾ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. പ്രിയ സഹോദരനും സഹോദരിയും ആ ഗാനങ്ങൾ പാടിയപ്പോൾ അതിന്റെ പല്ലവികൾ കർത്താവെ വാസ്തവത്തിൽ എത്രയോ അർത്ഥ സമ്പുഷ്ടമായിരിക്കുന്നു. കർത്താവെ, ആ താലന്ത് തനിക്ക് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ക്രൈസ്തവ ലോകത്തിന് താൻ ഒരു അനുഗ്രഹമായിരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക സുഖദുഃഖ സമ്മിശ്രങ്ങളിലൂടെയാണ് ആ കുടുംബജീവിതം മുന്നോട്ട് പോയത് എന്ന് ഞങ്ങൾ കേട്ടു. അനേക കുഞ്ഞുങ്ങളുടെ കർത്താവെ അകാല മരണം അവരെ വേദനയിലേക്ക് കൊണ്ടുപോയി എങ്കിലും അതിനെ ഒരു പദ്ധതിയാക്കി മാറ്റുവാൻ കർത്താവെ അവിടുന്ന് ആശ്വാസകനായി കൂടെ ഇരുന്നതിനായി സ്തോത്രം. കർത്താവ് എല്ലാ നിലയിലും തന്നെ ആദരിച്ചു. കർത്താവെ, ഇന്ന് സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു സ്പാർക്ക് കർത്താവെ, ഒരു വെല്ലുവിളി, ഒരു തീ തന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവെ, സുവിശേഷകരായി ഞങ്ങൾ അത് വീണ്ടും ഒരു പുനർവിചിന്തനം ചെയ്യുവാൻ കർത്താവെ ഞങ്ങൾക്ക് സംഗതിയാക്കുന്നത് കൊണ്ട് സ്തോത്രം. അധികത്തിന് വിചാരകനാക്കണമേ. തന്റെ കുടുംബത്തിനായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ കർത്താവ് സഹായിക്കണം. കുവൈറ്റിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നല്ലോ, എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. ഈ പ്ലാറ്റ്ഫോമിനെ സ്വർഗം ഇത്രത്തോളം അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നിരുന്ന് അനേകർക്ക് ഇത് കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് സ്തോത്രം കരയേറ്റുവാൻ സംഗതിയാക്കിയത് കൊണ്ട് നന്ദി പറയുന്നു. അനേക സുവിശേഷകന്മാർക്ക് ഈ കുവൈറ്റിലുള്ള സ്ഥലം സഭയും ഈ ഒരു കുടുംബവും ആശ്വാസമായി ഭവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ റോയ്ച്ചാനായി, പ്രിയ സന്തോഷിച്ചാനായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ കാര്യങ്ങൾ ക്രോഡീകരിക്കുവാൻ കർത്താവെ ഈ കാലങ്ങളിൽ കർത്താവരെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. അടികളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും സഹവർത്തിത്വവും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിശേഷാൽ ഇന്ന് സാക്ഷ്യത്തിലൂടെ ദൈവവചനത്തിലൂടെ നമ്മളോട് പ്രഘോഷിച്ച പ്രിയ ദൈവദാസന്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.